Celebrating 50 years. Majestic Jewelers. കൂട്ടായിലെ സഫീറയുടെ ആത്മഹത്യയിൽ സഫീറയുടെ സഹോദരനെതിരെ ഭർത്താവിന്റെ കുടുംബം. ആത്മഹത്യ ചെയ്യാൻ കാരണം സഹോദരനും കുടുംബവുമാണെന്ന് സഫീറയുടെ ഭർത്താവ് ആരോപിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ടാണ് സഫീറ മൂച്ചിക്കിലെ സഹോദരന്റെ വീട്ടിൽ ജീവനൊടുക്കിയത്. 2016 നവംബർ 11 കൂട്ടായി ആശൻപടി സ്വദേശി തളപ്പറമ്പിൽ അംസയുടെ മകൾ ഷെഫീറയും പറവണ പുതുങ്ങാടി സ്വദേശി കൂട്ടാത്ത് അഷ്റഫും തമ്മിൽ വിവാഹിതരാവുന്നത്. പ്രവാസിയായ അഷ്റഫ് ജൂൺ 15 നാട്ടിലെത്തുന്നത്. കുട്ടികളില്ലാതിരുന്ന സഫൂറയെ വിദഗ്ധ ഡോക്ടറുടെ ചികിത്സ ലഭ്യമാക്കിയിരുന്നതായും ഒരു തരത്തിലുള്ള സൗന്ദര്യ പിണക്കും ഉണ്ടായിരുന്നില്ലെന്ന് സഫൂറയുടെ ഭർത്താവ് അഷ്റഫ് പറഞ്ഞു. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ജൂൺ 15 ഇവിടെ വന്നത്. പിന്നെ അവളെ നല്ലതിലേക്ക് ഇവിടുന്ന് അവളെ ആങ്ങളമാർ കൂട്ടിക്കൊണ്ടുപോയതാ. ഒരു പണക്കുണ്ടായിട്ടില്ല. അവൻ്റെ അളിയന് പറഞ്ഞ ഫോണിൽ കൂടെ വിളിച്ചാണ്. ഞാൻ 5 മണിക്കാണ് അറിയണത് വിവരം. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വെള്ളിയാഴ്ച അവളെ കാണാൻ വേണ്ടി പോയി. ഞാൻ ഇവിടെ നിന്ന് തിരുവപ്പോട് കുറച്ച് ഫുഡ് സാധനമൊക്കെ മേടിച്ച് നല്ല സന്തോഷമായിട്ടാണ് വന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഫോൺ ചെയ്യും. നല്ല കാര്യങ്ങളെ പറയുള്ളൂ. വേറെ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. അതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞ് തിരികെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് സഫൂറയുടെ സഹോദരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയതാണെന്നും മന്ത്രവാദ ചികിത്സയിൽ അന്ധമായി വിശ്വസിക്കുന്നവരാണ് സഫൂറയുടെ കുടുംബമെന്നും അഷ്റഫിന്റെ സഹോദരൻ നെസ്റു പറഞ്ഞു. 6 വർഷം മുമ്പ് VRCയിൽ കാണിച്ചിരുന്ന ലിസ്റ്റാണായിരുന്നത്. ഈ 6 വർഷം മുമ്പ് VRCയിൽ കാണിച്ചിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് അവൾക്ക് ഒരു അസുഖം ഇതുവരെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ 7 വർഷം അടുത്താകാനായി ഇതുവരെക്കും ഉണ്ടായിട്ടില്ല. ഇവർ ഞങ്ങൾ പറഞ്ഞ ലെവലിലുള്ള ചികിത്സക്കല്ല പോണത്. ഇവർ ഒരുപാട് മന്ത്രവാദികളടുത്ത് പോയിട്ട് ഞങ്ങളെ വീട്ടിൽ ഓരോ മൊയിലമാരത്ത് പോയിട്ട് ഞങ്ങളെ വീട്ടിൽ ഓരോ മൂലക്കൽ ഓരോ സാധനങ്ങൾ കുഴിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ കുഴിച്ചിട്ട് ഇവിടെ മാന്തി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് ആർക്ക് വന്നാലും കിട്ടും. പിന്നെ ലാസ്റ്റ് നല്ലേക്ക് 2 ആഴ്ചക്ക് ഞങ്ങൾ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരു മൊയിലേരടുത്ത് ഒരു പരപ്പങ്ങാടി പോയിക്കണല്ലോ. ആ പരപ്പങ്ങാടി മൊയിലേരടുത്ത് പോയിട്ട് ഇവിടെ വയറ്റിൽ മരുന്നുണ്ട്, ആ മരുന്ന് ഛർദ്ദിച്ച് കളയണം എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ നല്ലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ വീട്ടുകാരൊക്കെ അവളെ അസുഖം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ മാറട്ടെ, മരുന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോട്ടെ എന്നുള്ള ഇതിൽ വീട്ടുകാർ സമ്മതിച്ച് അല്ലേക്ക് ഇവിടുന്ന് വിട്ട്. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് അവൾ തന്നെ ഇവർക്ക് ഫോൺ ചെയ്ത് ആ മരുന്ന് ഇവിടെ മുറയ്ക്കലോ എവിടെയോ വന്നിട്ട് ഛർദ്ദിച്ച് കളഞ്ഞ് ഒരു ഡബറിൻ്റെ കഷ്ണം കിട്ടിക്കണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ വിചാരിച്ചു നല്ല ആശ്വാസമായല്ലോ, നല്ല ഇക്കാണ്ട് പോട്ടെ, അസുഖം മാറട്ടെ വിചാരിച്ച് വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് അവൾക്ക് അസുഖമായിട്ട് പിന്നെ അവർ ഏതൊക്കെ ബീവികളെടുത്ത് പോവാണ്. ഇവർ നമ്മൾ പറഞ്ഞ ചികിത്സക്ക് പോകാണ്ടെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഇത് സംഭവിക്കില്ല. ഇത് ഈ അവർ ആങ്ങളന്മാർ ആസാം പാടിക്കാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പെണ്ണിനെ തട്ടി കളിച്ചിട്ട് കൊല ചെയ്താണ് അവർ. എന്നിട്ട് ഇതെല്ലാം നമ്മളെ അനിയൻ്റെ തലയിൽ ഞങ്ങൾ കുടുംബത്തിൽ മേലിൽ കെട്ടിവെക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ മന്ത്രവാദിയുമായിട്ടുള്ള മൊയിലന്മാരെല്ലാവരും പിടിക്കണം. ഇതിൽ നടന്ന ഇവരെന്തൊക്കെയാണ് ചെയ്തത് അവരടക്കതിൽ എല്ലാവരും പിടിക്കണതിൽ. എന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണം. സഫൂറക്ക് ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്നതിൽ ഒരബദ്ധം സംഭവിക്കില്ലായിരുന്നെന്നും സുഹൃത്തുക്കളെ പോലെയാണ് കഴിഞ്ഞിരുന്നെന്നും അഷ്റഫിന്റെ ഉമ്മ സൽമത്ത് പറഞ്ഞു. ഞാൻ എനിക്കിഷ്ടമല്ല അവളെ പറഞ്ഞേക്കുന്ന കാര്യത്തിൽ. ഞാനും ഓളും നല്ല ചങ്ങായിമാരെ പോലാണ് ജീവിക്കൽ. അത് എൻ്റെ അയൽവാസികൾക്കൊക്കെ അറിയാം. ഞങ്ങൾ അങ്ങനെ ഒരു അമ്മായിമാൻ്റെ സ്ഥാനമല്ല, ചങ്ങായിമാരെ പോലെ ചിരിച്ചിട്ടും കളിച്ചിട്ടിരുന്നാണ്. നല്ല നിലക്കോളം ആങ്ങളെ വന്ന് ഇവിടെ കൊണ്ടുപോയി ഞങ്ങളിങ്ങനെ ഒരു പരപ്പരങ്ങാടി സ്ഥലമുണ്ട്, അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അങ്ങനെ ഇവിടെ അവർ തിരിച്ച് വന്നപ്പോൾ പറഞ്ഞ് പള്ളിയിൽ മരുന്നുണ്ടെന്ന്. ആ മരുന്ന് ഇനി പോയിട്ട് വേണം അമ്മ, ഞങ്ങളൊരു മാസത്തിന് റെസ്റ്റ് പറയട്ടെ. അങ്ങനെ ഞാൻ പറയും ഇസ്മായിലെ ഞങ്ങൾ നോക്കിക്കോളാം. വേണ്ട അമ്മ, ഞങ്ങൾ കൊണ്ടുപോയിട്ടോളൊന്ന് നോക്കിയിട്ട് നമുക്ക് മാറിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഈ കൂട്ടായി കിടക്കണ പെണ്ണ് മൂച്ചിക്കൽ അങ്ങനെ എത്താം അവൾ ആങ്ങളുടെ പെരിയിൽ. ഓളെ പെരിയിലേക്ക് ഞങ്ങൾ പറഞ്ഞയച്ചാണ്. പിന്നെ ഈ കുട്ടി അങ്ങനെ മൂച്ചിക്കലെത്തി ഞങ്ങൾ പീഡനം ചെയ്തെന്നും പറഞ്ഞ് അവർ ലോകം മീമിന് നാർച്ചിക്കുന്നു. ഈ കുട്ടീനെ എന്ത് കാരണത്താൽ ഈ കുട്ടി ഈ ആങ്ങളാരെ ഭീഷണി കൊണ്ട് അല്ലേ ഈ കുട്ടി തരം ചെയ്തിക്കണം. ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഈ കുട്ടിക്ക് ഈ ആപത്തും സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂല. സഫൂറയുടെ മരണത്തിൽ ഭർത്തൃപീഡനമാണെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. തിരു ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.